കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ട വാർത്തയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയെ പാലക്കാട്ടിൽ വെച്ചിട്ട് ആൾക്കൂട്ട ആക്രമണം നടത്തി കൊലപ്പെടുത്തിയ ആ ഒരു വിഷയം. ഈ ഒരു വിഷയം വളരെ ഞെട്ടലോടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത് അല്ലേ. അട്ടപ്പാടിയിൽ ആ മധുവിന്റെ വിഷയം നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കമറുദ്ദീനിക്ക് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ ഇവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ അദ്ദേഹം അതിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. അതായത് അതിന്റെ ചുരുക്കം എങ്ങനെയാണ്, ഇപ്പൊ ഛത്തീസ്ഗഡിലുള്ള ആളുകളൊക്കെ എന്താ വിചാരിക്കുക, എല്ലാ മലയാളികളും ഇങ്ങനെയാണ്, മോശമാണ് എന്നുള്ള രീതിയിലല്ല. അപ്പൊ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികൾ ഉണ്ടാവൂലെ. ലോകത്തിന്റെ എല്ലാ കോണിലും ജോലി ചെയ്യുന്ന ആളുകൾ അത് മലയാളികളാണ്. അപ്പൊ ഛത്തീസ്ഗഡിലൊക്കെ ജോലി ചെയ്യുന്ന ആ ഒരു മലയാളികൾ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പോ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലെ ആളുകൾ ഇവരെ എങ്ങനെയായിരിക്കും കാണും. ഇപ്പൊ നമ്മളെ കുടുംബത്തിലെ ഒരാളെ മറ്റൊരു ആളുകൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറും. ഇപ്പൊ നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടതല്ലേ. കാരണം അദ്ദേഹം അതിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കാതെ പോകരുത്. ഈ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതേപോലെ നിങ്ങളുടെ ഒരു വിലപ്പെട്ടൊരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്ന് രേഖപ്പെടുത്തുക. നമസ്കാരം, ഞാൻ കമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. ഈ കഴിഞ്ഞ ബുധനാഴ്ച കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിൽ ഈ ഛത്തീസ്ഗഡിലെ ഒരു പാവം പിടിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയായ രാം നാരായൺ എന്ന് പറയുന്ന 31-കാരനെ സംശയത്തിന്റെ പേരിൽ, കള്ളനാണോ എന്ന് ഒരു സംശയത്തിന്റെ പേരിൽ കുറച്ച് പേരടങ്ങുന്ന സംഘങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇപ്പൊ കുറെ തീയറച്ച് ഇപ്പൊ ജയിലിനകത്തിട്ടുണ്ടത്രേ. അങ്ങനെയൊക്കെയാണ് കേട്ടുകേൾവി മീഡിയകളിലൂടെ വരുന്ന വാർത്തകളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന രാം നാരായൺ, ഈ കൊല്ലപ്പെട്ടുപോയ രാം നാരായണന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാണത്രേ, ബന്ധുക്കാര്, അവന്റെ നാട്ടിൽ ഛത്തീസ്ഗഡിൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസ് പോലും ഇല്ലാത്തവനാണ്. അവൻ നല്ലവനാണ്. അവനിക്കെതിരെ ഒരു പ്രശ്നങ്ങളും അവന്റെ നാട്ടിൽ പോലും ഇല്ല. അവന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇവിടെ ജീവിക്കാൻ വന്നതാണ്. വന്ന് 4 ദിവസം ആയിട്ടുള്ളൂ. അവനിക്ക് എന്തോ ജോലി പറ്റാതായി, അതുകൊണ്ട് തിരിച്ചു പോവാണ്. അപ്പോ പോകുന്ന വഴിക്ക് അതോ വഴിതെറ്റിപ്പോയി. അപ്പോ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ സംശയത്തിന്റെ പേരിൽ ഇവൻ എന്തോ കള്ളനാണ് എന്ന പേരിൽ മറ്റൊരു ഇവരെന്താ ചെയ്യേണ്ടത്? ഒരുത്തനെ സംശയത്തിന്റെ പേരിൽ കണ്ടു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവൻ ആക്രമണകാരിയോ അവിടെ മോഷ്ടിച്ചതായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? അതല്ലേ അതിന് ശരി. ഇവര് നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ്? ഇവർക്ക് എന്താ അവകാശമുള്ളത്? അന്യ സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തിലേക്ക് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി വരുന്നവരാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇതര സംസ്ഥാന തൊഴിലാളികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട്, ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ളവരുണ്ടൊക്കെ ശരിയാണ്. ബംഗ്ലാദേശിയാണ് പറഞ്ഞിട്ടാണ് ആക്രമണം. അവൻ ഛത്തീസ്ഗഡുകാരനാണ് കൊല്ലപ്പെട്ടവൻ. 31 വയസ്സായിട്ടുള്ളൂ. ഒന്നോ രണ്ടോ മക്കളുണ്ട്, കല്യാണം കഴിഞ്ഞാണ്. കുടുംബം പോറ്റാൻ വേണ്ടി കേരളത്തിൽ വന്നതാണ്. നമ്മൾ അതിഥികളെ നല്ലപോലെ സ്വീകരിക്കേണ്ടതല്ലേ? ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അവർ പൊതുസ്ഥലത്ത് വെച്ച് ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ആ ആക്രമണം നിങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെ കണ്ടോ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രണ്ടെണ്ണം കൊടുത്തു പറഞ്ഞാലും അത് വിഷയം വരില്ല. അത് കൊടുത്താലും തെറ്റാണ്. അവിടെ അതിനാണല്ലോ ഈ പറയുന്ന നിയമം, ഈ പറയുന്ന പോലീസും നിയമപാലകരും ജുഡീഷ്യറിയും എല്ലാം ഉള്ളത്. ഇപ്പൊ നിയമം കയ്യിലെടുക്കാൻ ഒരു മനുഷ്യർക്കും നിയമം കയ്യിലെടുക്കാൻ ഭരണഘടന ഒരിക്കലും അനുവദിക്കുന്നില്ലല്ലോ. പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ നിയമം കയ്യിലെടുത്തോളൂ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പാവം പിടിച്ച ഒരു രാം നാരായൺ എന്ന് പറയുന്ന ഒരു പച്ച പാവം പിടിച്ച മനുഷ്യൻ കേരളത്തിൽ വയറ് കഴിയാൻ വേണ്ടി കേരളത്തിൽ ജീവിക്കാമെന്നാണ്. ഒരുപാട് മലയാളികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇപ്പോ നിലവിൽ ഛത്തീസ്ഗഡിൽ മൊത്തം പരന്നു കിടക്കുന്നുണ്ടാവും ഈ വാർത്ത. കേരളത്തുകാർ നമ്മുടെ നാട്ടിലെ ഒരു രാം നാരായൺ എന്ന് പറയുന്ന ആളെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിലെ പൊതുസമൂഹം തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ അവിടെ വാർത്തയുണ്ടാവും. അപ്പോ അവിടെയുള്ള ഒരുപാട് മലയാളികളുണ്ടാവും. ഈ മലയാളികളെ ആ നാട്ടുകാരെ ആക്രമിച്ചാൽ എങ്ങനെയുണ്ടാവും? ഈ നമ്മളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നവരില്ലേ, നമ്മൾക്കൊക്കെ ഇതുപോലുള്ള ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും? നമ്മൾക്കോ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഇതേപോലെ ആക്രമണങ്ങൾ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും? അപ്പൊ ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഈ തെറ്റ് ചെയ്ത ഈ കൊല ചെയ്തല്ലോ, അവരെയൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഈ കേസൊന്നും ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോവരുത്. ഈ കൊല ചെയ്ത ആൾക്കൂട്ട ആക്രമണം നടത്തിയ ഈ പാവം പിടിച്ച രാം നാരായൺ എന്ന് പറയുന്ന ആ 31-കാരനായ പച്ച പാവത്തിനെ തല്ലിക്കൊന്ന സകലത്തി അവരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കോടതി മാതൃകയാവണം. അതിന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ശക്തമായ നിയമ നടപടി പോലീസിലൂടെ സ്വീകരിക്കണം. ഇത് ഇനി ഒരിക്കലും ആൾക്കൂട്ട കൊലപാതകം കേരളത്തിൽ ഉണ്ടാവരുത്. കുറച്ച് അരി മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ പാവം പിടിച്ച ആദിവാസി യുവാവായ മധുവിനെ തല്ലിക്കൊന്ന നാടാണ് കേരളം, പ്രത്യേകിച്ച് പാലക്കാട്. ഇതൊക്കെ വല്ലാത്ത ദുഃഖമാണ്. ബുദ്ധിജീവികളായ നാടാണത്രേ കേരളം. പ്രബുദ്ധരായ മലയാളികളല്ലേ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ ചെയ്യുന്ന ആക്രമണം കാട്ടിക്കൂട്ടുന്നതുകൊണ്ട് കേരളത്തിലെ നല്ലവരായ ഒരുപാട് പാവം പിടിച്ച മനുഷ്യര് തീരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഇന്ന് കേരളമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ജോലി അവിടെ ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ എത്ര ജില്ലകളിൽ, കേരളത്തിന്റെ 14 ജില്ലയ്ക്കകത്തും ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട്, ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ളവരുണ്ട്. പെരുമ്പാവൂരിൽ പോലീസ് ജീപ്പ് കത്തിച്ച ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളല്ലേ? ആ 2020 എന്താ അവന്റെ പേര്, മറ്റേ ഒരു കോടീശ്വരൻ ഉണ്ടല്ലോ, എന്തോ ഒരു പേര് ഓർമ്മയില്ല, അവരുടെ ജോലിക്കാര് പോലീസ് ജീപ്പ് പോലും കത്തിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയുള്ളവരൊന്നുമല്ലോ. ഒരു പാവം പിടിച്ച മനുഷ്യർ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ വന്നാൽ അവർ ജീവിക്കാൻ അനുവദിക്കാതെ സംശയത്തിന്റെ പേരിൽ അവരെ തല്ലുക, ആ പാവം പിടിച്ച മരണപ്പെട്ടു. ഈ ശാപമൊക്കെ നിങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകും? 100 ഗംഗയിൽ പോയി കഴുകി മുങ്ങിക്കുളിച്ചാലും ഈ ശാപമൊന്നും ഒരിക്കലും മാറില്ല കേട്ടോ. ഈ കൊന്നവന്മാരുണ്ടല്ലോ, അവരുടെ റെക്കോർഡ്സ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവരൊന്നും സ്വന്തം വീട്ടിലോ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്തവന്മാർ, വെറും പാഴ് ജന്മങ്ങളായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ആരും ചെയ്യില്ല. ഇപ്പോ എന്റെ കൺമുന്നിൽ ഒരാള്
കുറച്ച് ആളുകൾ വിളിക്കുക, കമറുദ്ദീനെ ഇവിടെ ഒരുത്തൻ ഇങ്ങനെ കള്ളനാണെന്ന് സംശയമുണ്ട്, നീ ഒന്ന് പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഞാൻ തല്ലോ? ഒരിക്കലും ചെയ്യില്ലല്ലോ. എന്താ നിന്റെ പേര്, എവിടെന്നാ വരുന്നത്, എന്താ സംഭവം? സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാ, ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ വരും, കൊണ്ടുപോകും. ബാക്കി അവർ തീരുമാനിക്കട്ടെ. ഈ മങ്കയിലെടുക്കും. കേരളത്തിന് മൊത്തം ലോകത്തിന് മുന്നിൽ തലകുനിപ്പിക്കുകയാണ്. ഇനി ഛത്തീസ്ഗഡിലുള്ള മലയാളികളുടെ കാര്യം എന്താണെന്ന് അറിയില്ല. മലയാളികൾ കേരളത്തിന്റെ എന്നല്ല, രാജ്യത്തിന്റെ എന്നല്ല, ലോകത്തിന്റെ നാലാഭാഗത്തും ജോലി ചെയ്യുന്നവരാണ് ഈ മലയാളികൾ. ഈ മലയാളികൾക്ക് ഇതുപോലുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര വിഷമം ഉണ്ടാവും? നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഒരിക്കലും ഇതിനൊന്നും യോജിക്കാൻ കഴിയില്ല. ഈ പാവം പിടിച്ച ആ രാംനാരായൺ എന്ന് പറയുന്നവനെ തല്ലി കൊന്ന ആ കൊലയാളികൾക്ക് എതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. കേരളത്തിൽ ഒരിക്കലും ഇതുപോലുള്ള ആൾക്കൂട്ട ആക്രമണം ഇനി ഉണ്ടാവരുത്. ഉണ്ടാവാത്ത തരത്തിലുള്ള ശിക്ഷ. അവനെന്തോ ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമണം. എന്തായത്? അവര് അതൊക്കെ നോക്കാൻ ഇവിടെ അധികാരികളില്ലേ, ഡിപ്പാർട്ട്മെന്റില്ലേ, ഗവൺമെന്റുകളില്ലേ, പോലീസില്ലേ, കേന്ദ്രമില്ലേ, കേരളമില്ലേ? അവിടെ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കേട്ടോ. ഒരിക്കലും കേരളത്തിൽ ഒരു ആൾക്കൂട്ട ആക്രമണം ഇല്ലാതിരിക്കട്ടെ. സമാധാനപരമായിട്ട് കേരളം പോവാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ മലയാളികൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വെറും അപമാനം. ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. സർവേശ്വരൻ ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും കാക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു അനീതികളും. നമ്മുടെ പുണ്യമാക്കപ്പെട്ട കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്, സംശയമൊന്നും വേണ്ട. കേരളത്തെ ലോകം ഉറ്റുനോക്കുന്നതാണ്. ഈ പറഞ്ഞ അങ്ങനെയുള്ള കേരളത്തിൽ ഇങ്ങനെയുള്ള അനീതികളും ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.